ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്നുണ്ടല്ലോ സൺഡേ സ്പെഷ്യൽ കുക്കിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി വെറൈറ്റി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി സാധനമാണ്. കളറിൽ അത് ഫുഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചി എന്ന് പറയുന്നത് മെയിൻ പാർട്ടാണ് കളർ. ഫുഡിൻ്റെ കളർ നന്നായിട്ട് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അത് നല്ല അതായത് കളർഫുൾ ആയിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ആ ടേസ്റ്റ് തോന്നുന്നു, നമുക്കത് ഫീൽ ചെയ്യും. അത് മെയിൻ കാരണമാണ്. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നൊരു കളർഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാലക് പനീർ ചപ്പാത്തിയാണ്. അതായത് പാലക്കും പനീറും ചപ്പാത്തിയും കൂടെ അടിപൊളി സൂപ്പർ സാധനമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഗൈസ്, വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമുക്കുണ്ടല്ലോ നമ്മുടെ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ നമ്മുടെ സാധനങ്ങളൊക്കെ ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഈസി ആയിരിക്കും കുക്കിങ്ങിന്. അപ്പോൾ കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ഉള്ളി വീഡിയോയിൽ കാണുന്ന പോലെ നൈസായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ ഒരു പിടി പാലക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ പാലക്കിനെ ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മതിയാവും. അതിന് ശേഷം പാലക്കിനെ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു തണുത്ത വെള്ളത്തിൽ, ഐസ് വെള്ളത്തിലോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് റെസ്റ്റിന് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതോടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പാലക്കിൻ്റെ കറക്റ്റ് ആ പച്ച കളറ് നമുക്ക് കിട്ടാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് ചെയ്യണം. അതിന് ശേഷം ഒരു മിക്സി എടുക്കുക. മിക്സിയിലോട്ട് നമ്മുടെ പാലക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് എടുക്കുക. ഞാനിവിടെ 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. 3 വെളുത്തുള്ളി എടുക്കുക. ശേഷം 3 4 വേണമെങ്കിൽ എടുക്കുക. ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളി എടുക്കുക. അതിന് ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് ആട്ട അല്ലെങ്കിൽ മൈദ എടുക്കുക. ആട്ടയാണ് ഹെൽത്തി. എടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണ് നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാലക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം നിങ്ങൾ ഒഴിക്കരുത്. കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴയ്ക്കുക. അപ്പോൾ ശേഷം വെള്ളം വേണമെങ്കിൽ നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് നല്ല മസാജ് ചെയ്ത് നല്ല രീതിയിൽ അങ്ങോട്ട് കുഴച്ചെടുക്കുക. അതായത് വീഡിയോയിൽ കാണുന്ന പോലെ. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇതിനെ അങ്ങോട്ട് റെസ്റ്റിന് വെക്കണം. അതിന് മുമ്പ് നമുക്കൊരു 2 പരിപാടിയുണ്ട്. ഇതിന് വേണ്ട നമുക്ക് ഒരു ചട്നിയും ഇതിന് വേണ്ട നമ്മുടെ പനീറിനെയും റെഡിയാക്കി എടുക്കണം. അത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം വയ്ക്കുക. പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂണ് ചെറിയ ജീരകം, അതുപോലെ ഒരു 3 വെളുത്തുള്ളി, ഒരു ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്, അതിനുശേഷം ഒരു 2 ടീസ്പൂണ് നമ്മുടെ ഉഴുന്ന്, വെള്ള ഉഴുന്നാണ്, നമ്മുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കടലപ്പരിപ്പ് ഒരു 2 ടീസ്പൂണ്. അതിനുശേഷം നമ്മുടെ നിലക്കടല ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് കടല. അതിനുശേഷം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കപ്പലമുളക് ഒരു 3 4 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ റെഡി ആയിട്ടുണ്ട് ചട്നി. ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കുക. അതാണ്ടോ അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പനീറിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂണ് ചെറിയ ജീരകം, അതുപോലെ ഒരു ഉള്ളി നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ പച്ചമുളക്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. 1 ടീസ്പൂൺ ഉണ്ടാവും ഇഞ്ചി കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ എണ്ണയിലിട്ടൊരു ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം ഒരു 150 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പനീറിനെ. ഇതിലിട്ടിട്ട് ഈ ഉള്ളിയിലിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ നേരം ഇട്ട് ചൂടാക്കണമെന്നില്ല. ജസ്റ്റ് ഇതിലുള്ള ഒരു വെള്ളമയം ഒന്ന് പോകുന്നവരെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റെസ്റ്റിന് വെക്കുക. ഓക്കെ, നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. അതിന് മുമ്പായിട്ടുണ്ടല്ലോ പനീർ റെസ്റ്റിന് വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു എരിവിനും ഒരു കളറിനും വേണ്ടിയിട്ട് ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആട്ടമാവിനെ ഞാൻ ബോളൊക്കെ പിടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ ആദ്യം ഒന്ന് പരത്തിയെടുക്കുക. ഷേപ്പൊന്നും നോക്കണ്ട. പിന്നെ അന്റാർട്ടിക്കയോ ആഫ്രിക്കൻ്റെ ഷേപ്പൊക്കെ വരും. റൗണ്ടായി കഴിഞ്ഞാൽ നല്ലത്. ഓക്കെ, നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പനീർ മസാല ഉണ്ടല്ലോ
അത് അതിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും കേട്ടോ. നിങ്ങൾ ചപ്പാത്തി എന്ത് കനത്തിലാണോ പരത്തുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഇട്ടിട്ട് 2 സൈഡിൽ നിന്നും മടക്കി, ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ പാലക് പനീർ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടി 4 സൈഡിൽ നിന്നും ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് നമ്മുടെ മാവ് തേച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കല്ലിലിട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കാനാണ് പോകുന്നത്. കല്ലിട്ടിട്ട് ഒരു സൈഡ് ചൂടായതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിടുമ്പോൾ നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ ഗീയോ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു സൈഡ് ചൂടായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓയിലോ ഗീയോ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. കളർഫുൾ ചപ്പാത്തി കണ്ടില്ലേ? ഓക്കെ, ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾ ഉള്ളിൽ വെക്കുന്ന നിങ്ങളുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ലേശം കുറച്ച് കഴിഞ്ഞാൽ അതുണ്ടോ നല്ല രീതിയിൽ ഇങ്ങനെ പൊള്ളിച്ച് വരും. നിങ്ങൾ ഫില്ലിങ് കൂടുതലാണ് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളൽ കുറവായിരിക്കും, പക്ഷെ നന്നായി ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിങ് കുറയ്ക്കും കൂട്ടും എല്ലാം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക് പനീർ അടിപൊളിയായിട്ട് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ചപ്പാത്തിയും റെഡിയായി. ഓക്കെ, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും കേട്ടോ. എന്താ കളർഫുൾ അല്ലേ, സൂപ്പർ സാധനം. കാണുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളുണ്ടല്ലോ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അടിപൊളി സാധനം കളർഫുൾ ഫുഡ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോൾട്ടി ഗെറ്റ് റെഡി ഫാസ്റ്റ്. ഇതുണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ, അടിപൊളി ആ പനീറിൻ്റെ കേട്ടോ, സൂപ്പർ കേട്ടോ. അല്ലേ നല്ല പൊള്ളി ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമ്മുടെ ചട്നിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിച്ച് നോക്ക് മൊത്തം. കിട്ടൂലേ? സൂപ്പറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കളർഫുൾ ഫുഡാണ്, ഹെൽത്തിയാണ്, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അല്ലേ മുത്തേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. ബെല്ലടിക്കാൻ പറഞ്ഞോട്. ബൈ ബൈ.